ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC അതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസുകളൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്നവർ ഒരുപാട് തരം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ. നിങ്ങൾക്കറിയാലോ, ഞാനിപ്പോൾ PSCക്ക് പ്രിപ്പയർ ചെയ്യാണ്. മുന്നേ ഞാൻ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ്സും ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ വീട്ടിലിരുന്ന് മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ശരിക്കും പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ നന്നായിട്ട് പഠിക്കും, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലൊരു മോട്ടിവേഷനൊക്കെ വന്നിട്ട് നമ്മൾ കുറച്ച് നാൾ നന്നായിട്ട് പഠിക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ പതിയെ ഇത് ഡൗൺ ആയി വരും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ യൂട്യൂബൊക്കെ കാണാൻ തുടങ്ങും. അപ്പം യൂട്യൂബിലാണെങ്കിലും ഇതുപോലെ ഒരുപാട് മടി മാറ്റാൻ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ പഠിക്കാൻ ഈസി ആയിട്ട് പഠിക്കാൻ എത്രയും പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ, സിലബസ് കവർ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണും അല്ലേ. എൻ്റെയും പ്രശ്നം ഇതായിരുന്നു. ഇതുപോലെ ഒരുപാട് വീഡിയോസ് കണ്ടിരിക്കും, എന്നാൽ പഠിക്കോ അതുമില്ല. അപ്പം നമുക്ക് മോട്ടിവേഷൻ കംപ്ലീറ്റ് ആയിട്ടും ഫുള്ളായിട്ടുണ്ടല്ലേ. നമ്മൾ ഇതുപോലെ വീഡിയോസും അതും ഇതൊക്കെ കണ്ട് നമുക്ക് മോട്ടിവേഷൻ ഉണ്ട്, പക്ഷെ പഠിക്കത്തില്ല. നമ്മൾ എപ്പോഴും മോട്ടിവേഷണൽ വീഡിയോസ് കാണും, അല്ലെങ്കിൽ പഠിക്കാനുള്ള രീതി ഒരുപാട് പേരിങ്ങനെ ടൈം ടേബിളൊക്കെ വെച്ച് പഠിക്കുന്ന കാണും. അപ്പോൾ വാട്ട് എ പെർഫെക്റ്റ് അല്ലേ, പെർഫെക്റ്റ് ആയിട്ടാണ് അവർ പഠിക്കുന്നത്. ഇന്ന ദിവസം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇന്നത്, അങ്ങനെ ടൈം ടേബിളൊക്കെ വെച്ച് എന്തൊരു പെർഫെക്ഷനാണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് തോന്നും? നമുക്ക് പതിയെ മെൻ്റലി നമുക്കതൊരു ബുദ്ധിമുട്ടായി വരും. കാരണം നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല, അവരങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതുപോലെ ട്രൈ ചെയ്യാൻ നോക്കും. നമ്മളും ജസ്റ്റ് അവർ കാണുന്ന പോലെ രാവിലെ ഇത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, ടൈം ടേബിൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് 5 മണി തൊട്ട് ഇന്നതുവരെ പഠിക്കാൻ നോക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം ചിലപ്പോൾ 5 മണിക്ക് എണീക്കാൻ പറ്റിയെന്ന് അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ടൈം ടേബിൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് ആകെ ഒരു ഡിസ്റ്റർബൻസ് ആവും. പതിയെ നമ്മളെ മെൻ്റൽ ഡൗൺ ആയി തുടങ്ങും. മെൻ്റലി നമ്മൾ പഠിക്കുന്നതിൽ നിന്നും മാറി ഇതുപോലത്തെ വീഡിയോ കാണുകയും അല്ലെങ്കിൽ ഇമോഷണലി ബ്രേക്കായി നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയോ നമ്മൾ മൊത്തം അങ്ങ് ഡെസ്പായി പോകുന്ന ഒരവസ്ഥ വരും. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നത് തെറ്റല്ല, അത് ഓക്കെയാണ്. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കണം. ആ വീഡിയോ ഒരു ടൈം ടേബിളൊക്കെ അനുസരിച്ച് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധിക്കുന്നതാവാം, പക്ഷേ അത് അവരൊരുപാട് നാൾ കൊണ്ട് അച്ചീവ് ചെയ്തെടുത്ത സംഭവമായിരിക്കാം. നമുക്ക് പെട്ടെന്ന് അങ്ങനെ നോക്കുമ്പോൾ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് നാളെ മുതൽ ഞാൻ പെർഫെക്റ്റ് ആവും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ രീതിയിലേ നമ്മൾ പെർഫെക്ഷൻ നമ്മുടെ ജീവിതത്തിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡെയിലി ഒരു 1% ആയിരിക്കണം നമ്മൾ ഇമ്പ്രൂവ് ആവാൻ നോക്കുക. അല്ലാതെ ഡെയിലി നാളെ തൊട്ട് ഞാൻ 100% പെർഫെക്റ്റ് ആവുക എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല അല്ലേ. പിന്നെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ അവരെന്തു പെർഫെക്റ്റ് ലൈഫാണ്, പെർഫെക്റ്റ് സ്റ്റഡി റൊട്ടീനാണ് അവർ ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ അവരത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തത്, അല്ലെങ്കിൽ അവർ ഒരുപാട് നാളായിട്ട് മോർ ദാൻ 1 ഇയർ കൊണ്ട് അച്ചീവ് ചെയ്ത ഒരു സംഭവം, ഒരു ഹാബിറ്റ് ആയിരിക്കും അത്. നമുക്കും അത് അച്ചീവ് ചെയ്യണമെങ്കിൽ മോർ ദാൻ 1 ഇയറൊക്കെ വേണ്ടി വരും. അപ്പം അങ്ങനെ നടക്കുന്നില്ലെന്നും കരുതി നമ്മൾ എന്ത് ചെയ്യും? വിഷമിക്കാൻ തുടങ്ങും. നമ്മൾ പതിയെ കരയാനും ഇമോഷണലി ഒരുപാട് മടിയിലോട്ടൊക്കെ നമ്മളങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റഡിയാണ് അവിടെ പോകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും മനസ്സിലാക്കുക, പെർഫെക്ഷൻ എന്നൊന്നില്ല നമ്മുടെ ജീവിതത്തിൽ. പെർഫെക്ഷൻ ഒന്നിന്നില്ല. പെർഫെക്ഷൻ ചിലപ്പോൾ വരുമായിരിക്കാം. നമ്മൾ പതിയെ എങ്കിലും ചിലപ്പോൾ നമുക്ക് മനുഷ്യരല്ലേ, നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ പെർഫെക്റ്റായിട്ട് നമുക്ക് എല്ലാ ദിവസവും ഇന്ന കണക്ക് നടക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് പഠിക്കാൻ പറ്റുന്ന സമയം പഠിക്കുക, നമുക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നുന്ന സമയം റെസ്റ്റ് എടുക്കുക എന്ന് കരുതി ഫുൾ ടൈം റെസ്റ്റ് എടുക്കരുത്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ദിവസം ഞാൻ ഇത്ര മണിക്കൂർ പഠിക്കും എന്നൊരു തീരുമാനം എടുക്കുക. ഒരു ടൈമർ വാങ്ങി വയ്ക്കുക, അല്ലെങ്കിൽ നോർമൽ മൊബൈൽ ഫോണിലൊക്കെ ടൈമറുണ്ട്. മൊബൈൽ അഡിക്ഷൻ ഉള്ളവരാണെങ്കിൽ അല്ലാണ്ട് ഒരു ടൈമർ വാങ്ങിച്ച് വയ്ക്കുക. പഠിക്കുന്ന സമയത്ത് ടൈമർ ഓണാക്കി പഠിക്കുക. എന്നിട്ട് അത്രയും സമയം നമ്മൾ ദിവസം, അത് മാത്രം നമുക്കൊരു വാശി വേണം, അത്രയും പഠിക്കുക. അല്ലാണ്ട് നമുക്ക് അത്രയും പെർഫെക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നടക്കുന്ന കാര്യമല്ല. അപ്പം നമുക്ക് പഠിക്കാൻ പറ്റുന്ന സമയമൊക്കെ പഠിക്കുക. ഇത്ര മണിക്കൂർ മാത്രം കവർ ചെയ്യാൻ നോക്കുന്ന രീതിയിൽ പഠിക്കുക. ചിലപ്പോൾ എനിക്ക് രാവിലെ പറ്റിയാൽ ഞാൻ രാവിലെ പഠിക്കും, ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പറ്റിയാൽ ഉച്ചയ്ക്ക് പഠിക്കും, ചിലപ്പോൾ രാത്രിയിലായിരിക്കും പറ്റുന്നത്, ചിലപ്പോൾ ഇന്ന് ചിലപ്പോൾ എനിക്ക് 6 മണിക്കൂർ പഠിക്കണമെന്ന് കരുതി ചിലപ്പോൾ 5 മണിക്കൂറേ പറ്റുകയുള്ളായിരിക്കും. വെറുതെ വിടുക, അത് ബാക്കി അടുത്ത ദിവസം കവർ ചെയ്യാൻ നോക്കുക. അല്ലാതെ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ചിരിക്കുകയല്ല വേണ്ടത്. മനസ്സിൽ ഒന്ന് മാത്രം കുറിച്ചിട്ടോ, പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്രയും, എപ്പോൾ പറ്റുമോ അത്രയും,
അത്രമാത്രം. അപ്പോൾ ആരും വിഷമിച്ചിരിക്കാതെ പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.